ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പൂമലയിൽ പോകുന്ന വീഡിയോ, ഡാമും ഒക്കെ എല്ലാം കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ആ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വിട്ടു പോയതാട്ടോ അതിപ്പോൾ കാണിക്കുന്നത്. കാരണം നമ്മളവിടെ ഒരു സ്റ്റേ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ, റൂംസൊക്കെ കിട്ടുന്നു. അപ്പോൾ ആ ഒരു ഇതാട്ടാ നമ്മൾ കാണിച്ചത്. നേരത്തെ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന വ്യൂ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കാണിക്കുന്ന ആ ഒരു അട്ടന കണ്ടോ നിങ്ങൾ? അവൻ നമുക്ക് വഴിയിൽ വെച്ച് കിട്ടിയതാട്ടോ. അതൊക്കെ നമ്മൾ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ പൂമല ഡാമിൻ്റെയും ചെപ്പാറയുടെ ഇടയിലുള്ളൊരു ചർച്ചാണ് കേട്ടോ. ലിറ്റിൽ ഫ്ലവർ ചർച്ച്. നല്ല അടിപൊളി ഹൈറ്റും നല്ല ഗ്ലാമറായിട്ടുള്ള അടിപൊളി ചർച്ചാണ് കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊന്ന് കാണിച്ചത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ആ ചെപ്പാറയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ ചെപ്പാറ? മഴ കാരണം നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടയിൽ നല്ല അടിപൊളി വ്യൂ ആയിട്ടാണ് നമുക്ക് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മേലോട്ട് കയറിപ്പോട്ടോ. നമ്മൾ കൈവരിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള പൈപ്പ് കൊണ്ടാട്ടോ, ഇരുമ്പ് പൈപ്പ് കൊണ്ടാട്ടോ അത് കൈവരിയൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് പിടിച്ച് കയറിപ്പോകാനും നല്ല സുഖമാണ്. കൊച്ചുകുട്ടികളൊക്കെയും സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നൊരു സ്ഥലം തന്നെയാട്ടോ ഇവിടേക്ക് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഫസ്റ്റ് ടൈം വന്നപ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ കയറാൻ വേണ്ടിയിട്ട്. സ്ലിപ്പാവോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. എന്നാലും സ്ലിപ്പാവുന്നൊന്നുമില്ല. നന്നായിട്ട് ഗ്രിപ്പൊക്കെ ഉള്ള പാറയാണ് കേട്ടോ. നമുക്ക് കയറിപ്പോകാൻ സുഖമാണ്. ഇപ്പം ഞാൻ പ്രാക്ടീസ് ആയതുകൊണ്ട് ഞാൻ തന്നെ കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ കയറുന്നത്. ഒരു മുക്കാൽ ഭാഗം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നടക്കാവുന്ന ഒരു സ്ലോപ്പുള്ളൂ കേട്ടോ പാറയമൽ. അപ്പോൾ നല്ല അടിപൊളി സീനറി ആട്ടോ. ഓൾറെഡി ഒരു വലിയ മലയുടെ മേലയിലാണ് കേട്ടോ ഈ പാറ ഉള്ളത്. അപ്പോൾ ആ മലയുടെ മേലയിലുള്ളത് കൊണ്ട് തന്നെ നല്ല ഹൈറ്റാണ്, നല്ല വ്യൂ ആണ് ഈ പാറയുടെ മേലിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുറ്റും കാണാനായിട്ട് കേട്ടോ. അപ്പോൾ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആദ്യമായിട്ടാണ് അവിടെ വന്നിട്ട് നമുക്ക് മഴ കിട്ടുന്നതും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കാറ്റ് ഒരു രക്ഷയില്ല. ഞങ്ങൾ ഇവിടെ നമുക്ക് മുനിയാറയൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ 2-3 ഇങ്ങനെ റൗണ്ടിൽ അതിങ്ങനെ സേഫാക്കി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ആ മുനിയാറയുടെ ആ ഒരു കമ്പിയിൽ പിടിച്ചിട്ടാണ് ഞാനും ചേട്ടനും ഇരുന്നത്. കാരണം വെച്ചാൽ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാറ്റും മഴയൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഭയങ്കര കാറ്റ് വന്നു. നമ്മളിങ്ങനെ മലയുടെ മേലിൽ നിന്നിട്ടൊന്നും ആ കാറ്റൊന്നും ഫേസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഇത് എത്രത്തോളം ഉണ്ടെന്ന് അറിയണ്ടായില്ല എനിക്ക്. അപ്പോൾ നല്ല അടിപൊളി കാറ്റ്. ശരിക്കും ഞാൻ പേടിച്ചു കേട്ടോ. ചേട്ടൻ പറഞ്ഞ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ ഫോൺ ഓഫ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ പൈപ്പിൽ പിടിച്ചിരുന്നു. മഴയാണെങ്കിൽ നമുക്ക് ദേഹത്ത് മുറിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു ഭയങ്കര എന്താ പറയുക ശക്തിയുള്ള മഴയും പെയ്തു. അപ്പോൾ ഇത് മഴ പോലും ഞാൻ കണ്ടില്ല. എനിക്ക് അത്രയ്ക്കും പേടി. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലുള്ളൊരു വ്യൂ നമുക്കത് കാണാൻ പറ്റും. ഞങ്ങളിപ്പോൾ ഈ പോകുന്നത് കണ്ടില്ലേ, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥയുണ്ട്. നമ്മൾ ചെന്നപ്പോൾ കുറച്ചൊരു വെയിലുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള കണ്ടില്ലേ ഈ ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ പിന്നെ ഉണ്ടായത്. ഫുള്ള് ഡാർക്ക്. നമുക്ക് മഴ പെയ്തപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ ഇതാണ് കേട്ടോ പറഞ്ഞത്, നമ്മുടെ മുനിയറയും ഇതൊക്കെ ഈ ഒരു റൗണ്ടിനകത്താണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ആ ഒരു കമ്പിമേലാണ് ഞാനും ചേട്ടനും പിടിച്ചെന്ന് കണ്ടില്ലേ, നല്ല കാറ്റ് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഈ കഴിഞ്ഞത് അതിന് ശേഷം എടുത്തതാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ. നമുക്ക് പോവാമെന്നുള്ളൊരു അവസ്ഥയിലായി ഞാൻ. എനിക്ക് പറ്റുന്നില്ല, ടെൻഷനും പേടിയൊക്കെ കൂടി. ഓൾറെഡി എനിക്ക് ഭയങ്കര പേടിയുള്ള ആളാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ചേട്ടൻ പറഞ്ഞ് നിവൃത്തിയില്ല, നീ എന്തായാലും എടുക്ക്. അവിടെ ഇനിയൊരു ചെറിയൊരു കുളം പോലെയൊക്കെ ഉണ്ട് കേട്ടോ. മുനിമാർ കുളിച്ചിരുന്നതൊക്കെയാണ്. അങ്ങനെയൊക്കെ കേട്ടോ പറയപ്പെടുന്നത്. അപ്പോൾ ചെറുതായിട്ട് എനിക്ക് തൊണ്ടയ്ക്ക് പ്രോബ്ലം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ അതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. ആ കാറ്റ് കാരണം അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, പെട്ടെന്ന് തന്നെ ഇറങ്ങി. നമ്മൾ ഒരുപാട് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞങ്ങൾക്ക് ആ ഒരു മഴയും കാറ്റും കാരണം ഒന്നിനും പറ്റിയില്ല. അങ്ങനെ വരുന്ന വഴിക്ക് കിട്ടിയതാണ് കേട്ടോ ഈ മയിലുകളെയും ഒക്കെ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞത് അത്രയും പോരായിരുന്നു, നമുക്ക് ഒരുപാട് എടുക്കാനുണ്ടായിരുന്നു. നിവർത്തിയില്ല, ഞാൻ സമ്മതിക്കാണ്ടാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു വ്യൂ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ല ഓൾറെഡി ഒരു മലയുടെ മേലിലാണ് ചെപ്പാറ ഉള്ളത്. അപ്പോൾ ആ മലയമേൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടത്. നമുക്ക് തൃശ്ശൂരും എവിടം വരെയൊക്കെ കാണാൻ പറ്റുന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം വെച്ചാൽ നമുക്ക് കണ്ണെത്താ ദൂരത്തേക്ക് അടിപൊളിയായിട്ട് കാണാം. ആ ഒരു കാർമേഘമൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇറങ്ങി നിൽക്കുന്നത് നല്ല അടിപൊളി കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് കണ്ടില്ലേ, ആ ഗേറ്റിൻ്റെ അപ്പുറത്തുനിന്ന് ആ കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നുണ്ടല്ലേ, കുറുക്കനാണ് കേട്ടോ. അവനെ കിട്ടിയപ്പോൾ ഞാൻ ആ വ്യൂ ഒക്കെ വിട്ട് അവനെടുത്തു. ഇതൊക്കെ ഒരു രസമല്ലേ കാണുന്നത്. അപ്പോൾ ആൾ ഇങ്ങോട്ട് വരാൻ പോയതാ, നമ്മളെ കണ്ടപ്പോൾ അങ്ങോട്ട് തന്നെ പോവാട്ടോ. അങ്ങനെ
മയിലിനെയും കുറുക്കനെയും അട്ടേനെയൊക്കെ നമുക്ക് കിട്ടിയുള്ളൂ. അവിടെ എന്തോ കരടിയും പന്നിയൊക്കെ ഉണ്ടെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. നമുക്കതൊന്നും കാണാൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അതെ നമ്മളുടെ നല്ല കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ആ മല ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമുക്ക് അതിൻ്റെ മേലെയുള്ള കാര്യങ്ങൾ കുറേ ഒന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ ആ ചെപ്പാറയുടെ ബാക്ക് സൈഡിലൂടെ ആ ഒരു ഫ്രണ്ടിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ആ റോഡിൽ നിന്ന് ബാക്കിലേക്ക് ഉള്ളിൽ കയറാൻ പറ്റും നമുക്ക് കേട്ടോ. നമ്മൾ അവിടേക്കും പോകാറുണ്ടായിരുന്നതാണ്. പിന്നെ അവിടെ തന്നെ വട്ടായി വാട്ടർഫോൾസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കുറച്ചൊരു സ്പേസിൽ തന്നെ നമ്മുടെ പൂമല ഡാം, ഈ ചെപ്പാറ, വട്ടായി വാട്ടർഫോൾസ്, അങ്ങനെ കുറേ പിന്നെ 1-2 ഡാമുകൾ വേറെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ അതിൻ്റെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ഈ ഒരു മലയമേൽ തന്നെ അത്യാവശ്യം നല്ല നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ തൃശ്ശൂർ അത്ര മോശമൊന്നുമല്ല, അടിപൊളി കാഴ്ചകളൊക്കെയാണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതിവിടെ അവസാനിക്കാം കേട്ടോ. നമ്മളെ പൂമലയുടെ ബാക്കിയാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.